മധ്യകേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്ന് 250 രൂപയാക്കി ഉയർത്തി. UDFന്റെ പ്രകടന പത്രികയിൽ 300 രൂപയാക്കി താങ്ങുവില ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. ഏതായാലും റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന തീരുമാനം തന്നെയാണ് പുതിയ പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയതിൽ കർഷകർ സംതൃപ്തരാണോ? അജിത് ബാബു കോട്ടയത്തെ ജനങ്ങളുമായി സംസാരിച്ചിരിക്കുകയാണ്. അതിലേക്ക് ആദ്യം 250-ഉം പിന്നീട് 300 രൂപയാക്കി റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നാണ് UDF പറഞ്ഞിരുന്നത്. ആദ്യ ബജറ്റിൽ ആദ്യഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെയും കർഷകരുടെയും പ്രതികരണങ്ങൾ അറിയാം. ഈ തീരുമാനം UDFന്റെ തീരുമാനം കർഷകർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ്. റബ്ബറിന്റെ വില നല്ലതായിരിക്കും. കാരണം ഇത്രയും കാലം ആർക്കും വിലയില്ലാതെ നടക്കുമായിരുന്നു. ഇത്രയും കൂട്ടിയത് തന്നെ മറ്റേ സർക്കാർ വന്നപ്പോഴത്തേന് ഒത്തിരി കൂട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ കൂട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം കൂട്ടുന്നതല്ല, അവർക്കൊക്കെ ഒരു ആയിരിക്കും. കാരണം എല്ലാവരും നല്ല കാര്യം തന്നെ ഇപ്പം ചെയ്യുന്നത്. പ്രഖ്യാപിച്ചതല്ല, പ്രാവർത്തി വന്നിട്ടില്ലല്ലോ. പ്രഖ്യാപനം ഇങ്ങനെ ഒത്തിരി നടക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പ്രാവർത്തി വന്നു കഴിഞ്ഞാലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ UDFന്റെ പ്രവർത്തനശൈലി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അനുഭവത്തിൽ വരണ്ടേ. പിന്നെ പെൻഷൻ ഉൾപ്പെടെ, ക്ഷേമത ഉൾപ്പെടെ ഇതെല്ലാം അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷയുണ്ട്, സർക്കാർ ആക്കുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ അത് ഗഡുക്കള ഒന്നിച്ച് 300 ആക്കുമെന്ന് തോന്നുന്നില്ല. അത് രണ്ടുമൂന്ന് ഗഡുക്കളായിട്ടല്ലോ വരാൻ ചാൻസ് ഉള്ളൂ. ഉപകാരവും പിന്നെ അവർ കഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി വില കൂടി കിട്ടുന്നത് ഏറ്റവും നല്ലതല്ലേ. അവരെ ആവശ്യം അതാണ്. കറക്റ്റ്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കേര കർഷകൻ്റെ നാളികേരത്തിന് വില ഇടിഞ്ഞു പോയി. നെല്ലിന് സാമാന്യം നമുക്ക് വില കിട്ടുന്നില്ല. ഇതെല്ലാം ഇവിടെ കാര്യങ്ങളുണ്ട്. പിന്നെ ഗവൺമെൻറ് വരുമ്പം എന്തെങ്കിലും നന്നാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. റബ്ബർ വെട്ടുന്നവന് കാശ് ഒക്കെ ആയി വരുമ്പോൾ ഒരുപാട് നഷ്ടം വരുന്നുണ്ട്. ഒരു റബ്ബർ വെട്ടുന്നതിന് നേരത്തെ കഴിഞ്ഞ് ഇപ്പോൾ കൂലി കൂടിപ്പോയി. പിന്നെ അതൊക്കെ കണക്കിലെടുത്ത് വരുമ്പോൾ അവർക്കിപ്പോൾ കിട്ടുന്നത് വളരെ ലാഭമാണ്. അത് അവർക്ക് ആവശ്യമാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് അത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പ് തീർച്ചയായിട്ടും മലയോര കർഷകരെ സംബന്ധിച്ച്, റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെയധികം നേട്ടമുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് റബ്ബർ കർഷകർ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരെ സംബന്ധിച്ച് അവർ പ്രോത്സാഹനം കിട്ടുന്ന ഒരു റബ്ബർ വെട്ടിക്കളഞ്ഞ പലരും തിരിച്ചതിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ റബ്ബറിന്റെ വില 250 രൂപയ്ക്ക് മുകളിലായതിനാൽ എത്രയും വേഗം താങ്ങുവില 300 രൂപയായി പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.